ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, അതായത് ഏപ്രിൽ 22 മുതൽ മെയ് 3 വരെ നമ്മുടെ ഈ ഒരു അഗ്നിവീർ GD, അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ, ക്ലർക്ക്, അങ്ങനെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾ ഓവർ ഇന്ത്യയിലും എല്ലാ എയർ ഹൗസിലും ഈ ഒരു ഡേറ്റിലാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ 22 മുതൽ മെയ് 3 വരെയാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് പോകുന്നവർ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ ഓൺലൈൻ എക്സാം കൂടിയാണ്. അപ്പോൾ ഇതിന് നമ്മൾ എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. അത് കാരണം ഒരുപാട് പേര് പുതുതായിട്ട് എക്സാം, അത് ആദ്യമായി എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. കുറേ അധികം പേര് ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ കാണും. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമിയിൽ നമ്മൾ ഈ ഒരു അഗ്നിവീർസിന് വേണ്ടിയിട്ടുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ ക്ലാസ്സസും റിട്ടൺ എക്സാമിൻ്റെ ക്ലാസ്സസും നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സും കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഇതുമായിട്ടും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാത്തവരായിട്ടുണ്ട്, അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഈ അഡ്മിറ്റ് കാർഡ്, അതായത് ഈ ഒരു ഓൺലൈൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ഒറിജിനൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് നിങ്ങളുടെ പ്രൊഫൈൽ ID കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഓൾറെഡി ഇവർ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ലിങ്ക് ഫോർ ഡൗൺലോഡിങ് അഡ്മിറ്റ് കാർഡ് ഫോർ ഓൾ കാറ്റഗറീസ് ഈസ് നൗ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊഫൈൽ കയറി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. പിന്നീട് പറയുന്നത് നമ്മളുടെ ഒറിജിനൽ ഫോട്ടോ വിത്ത് ID പ്രൂഫ്, അതായത് നമ്മുടെ ഈ ഒരു നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടാവും, പാൻ കാർഡ്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ പലതരത്തിലുള്ള ID പ്രൂഫുകളുണ്ടാവും. ഇതിലേതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഫോട്ടോ, അതായത് നമുക്കറിയാം ആധാർ കാർഡിലും പാൻ കാർഡിലും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 2 ലേറ്റസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതും നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോ തന്നെ ആയിരിക്കണം. നമ്മൾ നോർമലായിട്ടുള്ള മറ്റ് എക്സാമുകൾ എഴുതുന്ന പോലെയല്ല. ആർമിയുടെ എക്സാംസ് എന്ന് പറയുമ്പോൾ അതിന് കൊണ്ടുപോകുന്ന ഫോട്ടോസ് പോലും നമ്മൾ അത്യാവശ്യം ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കണം. അതായത് അത്യാവശ്യം ഷേവൊക്കെ ചെയ്ത് മുടിയൊക്കെ നല്ല രീതിയിലൊന്ന് ഒതുക്കിയൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ളൊരു കാര്യമാണ്. ഓക്കെ. പിന്നീട് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബോട്ടിലായിരിക്കണം നിങ്ങൾ, വാട്ടർ ബോട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാട്ടർ ബോട്ടിലായിരിക്കണം വെള്ളം കൊണ്ടുപോകേണ്ടത്. പിന്നെ മാസ്ക് ആൻഡ് ഹാൻഡ് ഗ്ലൗ വേണമെന്ന് അവർ അഡ്മിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയ്യിൽ വെച്ചിരിക്കുക. ഓക്കെ. പിന്നീടായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ അറിയാം ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും കയ്യിൽ കാണാൻ പാടില്ല. മുൻപൊക്കെ എക്സാംസ് എഴുതാൻ പോകുമ്പോൾ സാധാരണ ബെൽറ്റ് പോലും ധരിക്കാൻ സമ്മതിക്കാറില്ലായിരുന്നു. മുൻപത്തെ എക്സാംസ്, അതായത് ഈ ഒരു CBT എക്സാംസിന് മുൻപുള്ള എക്സാമുകൾക്ക് ആണെങ്കിൽ പോലും ചില സമയത്ത് അത് ഓരോ സെൻറ്ററിലെ പോലെ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ്, ഇപ്പോൾ നമുക്കറിയാം കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് വാച്ചസ്, ഇതൊന്നും നിങ്ങൾ ഒരു കാരണവശാലും കൊണ്ടുവരുത്. പിന്നെ ചിലരൊക്കെ എന്താ പറയുക, കാതിൽ കമ്മലിട്ടിട്ടൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്, എൻ്റെ ഒരു ഒപ്പീനിയനാണ്. പിന്നെ ഒരുപാട് തരത്തിലുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും ഇട്ടുകൊണ്ട് പോകരുത്. നോർമലായിട്ടുള്ളൊരു സാധാരണ തരത്തിലുള്ള അത്യാവശ്യം നല്ല സിമ്പിൾ ഡ്രസ്സ് ധരിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. റിപ്പോർട്ടിംഗ് ടൈം കൃത്യമായിട്ട് തന്നെ അറിഞ്ഞ് ചെയ്യുക. ആ റിപ്പോർട്ടിംഗ് ടൈമിന് കൃത്യമായിട്ട് മുൻപ് തന്നെ എത്താൻ ശ്രമിക്കുക. പിന്നീട് അതിനുശേഷം അവിടെ രജിസ്ട്രേഷൻ ഡെസ്ക് കാണും. ആ രജിസ്ട്രേഷൻ ഡെസ്കിലാണ് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത്. അവിടെ ബയോമെട്രിക് ചെക്ക് കാണും. അതിനുശേഷം നമ്മളെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അവർ നമ്മളെ കറക്റ്റ് നമ്മളുടെ ഒരു നമ്പർ അനുസരിച്ച് തന്നെ അവർ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ യൂസർ ID പാസ്വേഡും അത് നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ യൂസർ ID പാസ്വേഡും എന്താണെന്നുള്ളത് 11:30 എക്സാം എന്നുണ്ടെങ്കിൽ ഒരു 11:10 അല്ലെങ്കിൽ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോയും
പേരും കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ID നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ തന്നിട്ടുള്ള നമ്പരും കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എക്സാം സ്റ്റാർട്ട് ചെയ്യാവൂ. നമ്മൾ അത്യാവശ്യം നിങ്ങളുടെ പ്രൊഫൈൽ എന്തൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് തന്നെയാണോ അതിനകത്ത് വന്നേക്കുന്നതെന്ന് ഒന്നും കൂടെ റീചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് തുടങ്ങാവൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാവൂ. വളരെ സീരിയസ് ആയിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ എക്സാം കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എക്സാം നല്ല രീതിയിൽ തന്നെ പാസ്സാവാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും എല്ലാ ടെസ്റ്റ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിക്കും ഇത്ര പാസ് മാർക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പാസ് മാർക്ക് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോലി കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവണമെന്നില്ല. നമുക്ക് കൃത്യമായിട്ട് കട്ട് ഓഫ് മാർക്കുണ്ട്. കട്ട് ഓഫ് മാർക്ക് പാസ് മാർക്കിനെക്കാട്ടിലും ഒക്കെ ഒരുപാട് കൂടുതലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ GDക്ക് 32 മാർക്കാണ് പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും 32 മാർക്കല്ല നമുക്ക് പാസ്സാവേണ്ടത്, അതിൽ കൂടുതൽ മാർക്ക്, അതായത് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, മാറ്റങ്ങളുണ്ടാവും. അത് നമ്മളുടെ എത്രത്തോളം ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആൾക്കാർ ഇത്ര മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് അവർ കട്ട് ഓഫ് മാർക്ക് നോക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും മാക്സിമം ഒരു 40+, ഇപ്പോൾ GDയുടെ കാര്യമാണ് പറഞ്ഞത്, അതുപോലെ ടെക്നിക്കലിനും നേഴ്സിംഗ് അസിസ്റ്റൻറ്റിനും ഒക്കെ ഒരു ഇതുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ മുൻപ് ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ് ഓഫ്.